ഹലോ നമസ്കാരം, ഞാൻ ഹക്കീം നരിക്കോട്ടിലാണ്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ഈ അഗോഡ ഫോർട്ട്, അതായത് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണിത്. അതായത് പോർച്ചുഗീസുകാരൻ്റെ കാലഘട്ടത്തിൽ 17-ാം നൂറ്റാണ്ടിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ള കോട്ടയാണിത്. 1612, അതായത് 412 വർഷം മുമ്പ് ഇത് അവിടെ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തുടർന്നും ഈ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ കോട്ടയുടെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം നമ്മൾ 180 രൂപ ടിക്കറ്റ് എടുക്കണം. അത് നിർബന്ധമായിട്ടും ടിക്കറ്റ് എടുക്കണം. 1 പേഴ്സൺ 180 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മളത് എടുത്തു. നമ്മൾ 7 ആൾക്ക് ടിക്കറ്റ് ഫെയർ ഒക്കെ എടുത്തു. അതിനുശേഷം ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നാണ്. നമ്മുടെ ടീമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഇത് അവിടെ അതിൻ്റെ ടോപ്പിൽ ഒരു കുട്ടി ഫോട്ടോ എടുക്കാൻ അതിൽ ആ സൈഡിൽ നിൽക്കണം. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് സൂം ചെയ്തു എന്നേ ഉള്ളൂ. നല്ല കോട്ടയ്ക്ക് സാമ്യമായിട്ട് നല്ല അടിപൊളി പുല്ല് വളർത്തിയിട്ടുണ്ട്. നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. പാലക്കാടുള്ള നമ്മുടെ ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് ഏകദേശം ആ ഒരു ലെവലിലുള്ള അതേ കെട്ടിടം തന്നെയാണ് കോട്ട. ഏകദേശം അതുപോലുള്ള തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീം കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു ഇന്ത്യൻ പതാകൻ്റെ ഒരു സ്തൂപുണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 5, 6, 7 ആളുണ്ട്. അപ്പോൾ എടുക്കുന്നത് ആഷിഖ് ഭായിയാണ്. അപ്പോൾ ആഷിഖ് മുക്കോണ് ആൾ MK ഏജൻസീസിൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ അതിൽ ഉൾപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നിരുന്നു. അതിനുശേഷം നമ്മുടെ ഇഷാംക, അതുപോലെ സജീഷ് ജോർജ് ആളാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ ഇസ്മയിൽക്കൊപ്പം, പിന്നെ അതുപോലെ അജീഷ് ദേവയാൻ ആൾ കോഴിക്കോട്ടുകാരനാണ്. അതുപോലെ ഷൈജു ഏട്ടനുണ്ട് നമ്മുടെ കൂടെ, ആളും കോഴിക്കോടാണ്. എല്ലാവരും ഡീലേഴ്സും. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ സജീഷ് ജോർജാണ്, കാലിക്കറ്റ്. അപ്പോൾ അദ്ദേഹം ഉണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ഈ ട്രിപ്പിൽ. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എല്ലാവരും എടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ അതിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അവിടെ ടിക്കറ്റ് പരിശോധന ഉണ്ട്. അപ്പോൾ ആളിപ്പോൾ എന്തായാലും അത് വേണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ ക്ലിയർ എടുത്തു. അത് കുറച്ച് ആളുകൾക്ക് അതിൻ്റെ ഫുള്ളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ ഇത് വാങ്ങി വെക്കുന്നുണ്ട്, കുറച്ച് ആൾ നമ്മുടെ വാങ്ങിയിട്ട് ചീന്തിയിട്ട് പകുതി ആൾ തന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി മുകളിലേക്ക് കയറുക. ടിക്കറ്റ് പരിശോധന കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് വഴി മുകളിൽ കയറിയിട്ട് തിരിച്ച് വരുമ്പോൾ താഴത്തു കൂടെ വരികയാണ്. അതാണ് നമ്മുടെ എൻട്രൻസ്. മുകളിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. ടോപ്പിൽ ഇങ്ങനെ കയറുന്നു. ഈ സൈഡിൽ കൂടെ ഇതിലൊരു എൻട്രൻസ് ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. അപ്പോൾ എക്സിറ്റ് കൂടെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്കാണ് കയറുന്നത്. നമ്മളതിൻ്റെ മുകൾ വശത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആയത് കാരണം നല്ല റഷ് ഉണ്ട്. ആളുകൾ ഒരുപാട് തിങ്ങിക്കൂടിയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഭാഗം കാണാനും നമ്മുടെ ഈ ഫോർട്ട് കാണാനൊക്കെ ആയിട്ട്. കാരണം ഇത്രയും ഒരു 412 വർഷം മുമ്പുണ്ടാക്കിയിട്ടുള്ള കോട്ടയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറബിക്കടലിൻ്റെ 2 സൈഡും നമുക്ക് നല്ല വ്യൂ ആണ്. നമുക്ക് നോക്കിയാൽ കാണാം. ഈ സൈഡിൽ കൂടെ കടലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിൽ ഉള്ള നമ്മുടെ അറബിക്കടലാണ്. അതിൻ്റെ ഈ സൈഡിൽ നിന്ന് അതിലേക്ക് പോകുന്ന പണ്ട് പോർച്ചുഗീസുകാരൻ്റെ കാലഘട്ടത്തിൽ അവർ താഴത്തേക്ക് പോയിരിക്കുന്ന വഴിയാണ് അതൊക്കെ.
പിന്നെ ഒരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും അതുപോലെ കപ്പിൾസായിട്ട് വരികയാണെങ്കിലും അതുപോലെ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നമ്മുടെ ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലം. അത്ര നല്ല ഭംഗിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്ക് ബോറടിക്കുകയില്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും ടൈം കിട്ടും 2 ദിവസത്തെ ടൂറായിട്ട് വരികയാണെങ്കിലും ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ട്രെയിനിൽ വരുമെങ്കിൽ ട്രെയിനിൽ വരാം, അല്ല ഇനി ബസ്സിനാകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആവും. ട്രെയിനിന് വരികയാണ് ഏറ്റവും സൗകര്യം. ഇനിയിപ്പോൾ എവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ട്രെയിൻ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് സ്ലീപ്പർ എടുത്തിട്ട് വരികയാണെങ്കിൽ ഒരു 800 രൂപ ആ റേഞ്ചേ വരുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് റൂംസും നല്ല വലിയ റെൻ്റൊന്നുമില്ല, സിമ്പിളായിട്ട് ചെറിയ ചാർജിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് ലൈഫൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ചെറിയ രീതിയിലൊക്കെ സിമ്പിളായിട്ട് അടിച്ചു പൊളിക്കണം എന്നുള്ള ആളുകൾക്ക് ഇവിടെ വരാൻ വലിയ ചിലവൊന്നും ആവില്ല. 2 ദിവസത്തെ ട്രിപ്പൊക്കെ ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്ലേസാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ വന്നിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒരു വിദ്വാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് സ്കിഡായി കഴിഞ്ഞാൽ താഴത്ത് നമ്മുടെ ടിപ്പു സുൽത്താൻ കോട്ടയിലുള്ളത് പോലെയുള്ള ഒരു കിടങ്ങന്നുണ്ട്. വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, അത് ഞാൻ കാണിച്ചു തരാം പിന്നീട്. ഇത് നമ്മുടെ അതാ ഒരു ഇന്ത്യൻ ഫ്ലാഗ് തന്നെ കാണുന്നുണ്ട് അവിടെ. ഇതിവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പാണ് ഗോവയിൽ. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഫുള്ളും ഈ കോട്ടൻ്റെ ചുറ്റും ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലാവർക്കും നടന്ന് കാഴ്ചകൾ കാണാനുള്ള ഒരു ഫുൾ നടപ്പാതുണ്ട്. നല്ല ഹൈറ്റിൽ ഒരു 20ഓളം അടി ഹൈറ്റിലാണ് ഉള്ളത് നടപ്പാത. എല്ലാവരും ഈ വഴി നടന്നിട്ടാണ് ഈ കാഴ്ചകളെല്ലാം കാണുക. അതിൻ്റെ ഈ കോട്ടൻ്റെ 4 വശങ്ങളിൽ കൂടി സിമ്പിളായിട്ട് നമുക്ക് നടന്നു പോകാനുള്ള നല്ലൊരു പ്ലേസ് തന്നെ ഉണ്ട്. അത് നല്ല ഭംഗിയുള്ള തന്നെയാണ്. അത് പഴയ പുരാതന കാലത്തുള്ള വെട്ടുകല്ലുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുന്ന് കോട്ടൻ്റെ ഈ സൈഡ് നോക്കിയാൽ കാണുന്നത് നമ്മുടെ അറബിക്കടൽ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് നല്ലൊരു നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. ഇതിൻ്റെ ഹൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ താഴത്തു കൂടെ മരങ്ങളും ചെടികളുമാണ്. പിന്നെ അതിൻ്റെ ആ സൈഡ് കാണുന്നത് സൗത്ത് ഗോവയാണ്, അതാണ് അവിടെ അറിയപ്പെടുന്നത്. എന്തായാലും നല്ല ഭംഗിയിൽ തന്നെ അതാ കോട്ടൻ്റെ അവിടെ നിന്ന് ഏറ്റവും ഒരു വാച്ച് ടവറാണത് കോട്ടൻ്റെ ഹൈറ്റിൽ നിൽക്കുന്നത്. കോട്ടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് വാച്ച് ടവറായി ഉപയോഗിച്ചിരുന്ന ആ ഒരു ബിൽഡിംഗ് ആണ്. കോട്ടൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗമാണത്.
ഇദ്ദേഹമാണ് സജീഷ് ജോർജ്, ഓറിയോൺ ടെക്നോളജീസിൻ്റെ ഓണറാണ്. 4 ഡിസ്ട്രിക്റ്റിലേക്ക് ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററി സോളാർ സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ് അദ്ദേഹം. പിന്നെ ഈ വരുന്ന ഈ റെഡ് ഷർട്ട് അദ്ദേഹം ആഷിഖ് മുക്കം MK ഏജൻസീസിൻ്റെ ഓണറാണ്. ഇദ്ദേഹം ഇസ്മയിൽക്കൊപ്പം ഗാമ സോളാർ ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസിൻ്റെ ഓണറാണ്. സജീഷ് ജോർജ് നല്ല തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹം നമ്മുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൂടാതെ MK ഏജൻസീസിൻ്റെ ഓണർ ആഷിഖ് മുക്കം, പിന്നെ അതുപോലെ ഗാമ സോളാർ ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസിൻ്റെ ഓണർ ഇസ്മയിൽക്കൊപ്പം, പിന്നെ അതുപോലെ ഇഷാംക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ വിഷൻ സോളാർ ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസിൻ്റെ ഓണറാണ്. അദ്ദേഹം CCTV നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ദേവയാൻ ടെക്നോളജീസ്, ദേവയാൻ കാലിക്കറ്റിൽ തന്നെയാണ്. അദ്ദേഹം സോളാർ ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസിൻ്റെ ഓണറാണ്. അയാൾ നല്ല രീതിയിൽ ഇൻവെർട്ടേഴ്സൊക്കെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആളാണ്. അതുകൂടാതെ ഷൈജുവേട്ടൻ, നമ്മുടെ ഉള്ള ഷൈജുവേട്ടൻ, അദ്ദേഹവും നല്ല രീതിയിൽ സോളാർ ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പല ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ് നമ്മുടെ ഇതിൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോളാർ ഇൻവെർട്ടർ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഇന്നിവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗത്തിലാണ് നമ്മളെല്ലാവരും നല്ല ഈ ഒരു ബന്ധം കീപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു അവസരം കൂടി കിട്ടിയപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും അത് ഉപയോഗിച്ചതാണ്. ഇത് നമുക്കിനി കോട്ടനെ കുറിച്ച് തന്നെ പറയാം. അതായത് ഇത് കോട്ടയിൽ ഇതിൻ്റെ ഒരു വശത്തുള്ള ഒരു കുറേ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു ഇതാണ് സംഭവം. ഇത് ജയിലാണോ എന്താണെന്നുള്ളത് അറിയില്ല, കറക്റ്റായിട്ട് വ്യക്തമല്ല. അത് ഭയങ്കര സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ആ ഒരു ഓരോ കെട്ടുകളും 4 അടി വീതിയിലാണ് അത് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ജോയിൻ്റ് എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അറിയാം, സിമെൻ്റ് ഒന്നുമല്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് കാണണം, അങ്ങനെയുള്ളൊരു ഇതന്നെയാണ്. നല്ല ഇതിനകത്ത് കയറിയപ്പോൾ നല്ല കൂളിംഗ് ആണ്, നല്ല തണുപ്പാണ്. പുറത്ത് നല്ല ചൂടും, ഇതിനകത്ത് കയറിയപ്പോൾ ഫുള്ള് നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടത്. നല്ല രസകരമായ ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഒരുപാട് ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. അവസാനം വരെ കാണുക. ഓക്കെ, താങ്ക് യു.
അതിമനോഹരമായ 1-2 സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ 2 ദിവസത്തെ ടൂർ പ്രോഗ്രാമാണിത്. അപ്പോൾ അതിൽ നമ്മളും ട്രെയിനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഗോവയിലുള്ള ഒരു ബീച്ചും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുകൂടാതെ പിന്നെ ഒരു മന്ദിറുണ്ട്. അതുപോലെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗോവയിലുള്ള ഈ കോട്ടയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഇന്നോവയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നോവ ഡ്രൈവറിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഹോട്ടലിൽ കയറി അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലം കൂടി വാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.